ഹലോ എവരി വൺ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന യൂണിറ്റിലെ MCQs ആണ്. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസിലി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ MCQs ഒന്ന് നോക്കാം. ഇത് ബേസിക്കലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിവിടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ഫയർവാൾ ഈസ് എ സോഫ്റ്റ്വെയർ ടൂൾ ദാറ്റ് പ്രൊട്ടക്ട്സ് എ സെർവർ, ബി നെറ്റ്വർക്ക്, സി ഫയർ, ഡി ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ. നമുക്ക് ഈ ഓപ്ഷൻസിലൂടെ പോയാൽ തന്നെ നമുക്ക് ഫസ്റ്റ് സി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് ഇത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. ഫയർവാളായിട്ട് ഒരു കണക്ഷനും ഇല്ല. നമുക്ക് ആ ഓപ്ഷൻസ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ സി വരുന്നുണ്ട്. അപ്പോൾ സി കട്ടായി, സി വരുന്ന എല്ലാ ഓപ്ഷൻസും നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ABD ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് ഫയർവാൾ എന്ന്. ഫയർവാൾ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറയുന്നത് അതായത് ഒരു തേർഡ് പാർട്ടി പേഴ്സണോ ഇല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ആക്സസ് ആണ് നമ്മളിവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് മെയിൻലി പ്രൈവസിയും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ സെർവർ, നെറ്റ്വർക്ക്, ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ, ഈ മൂന്ന് ഇതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ABD ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എ ടൈപ്പ് ഓഫ് മെമ്മറി ദാറ്റ് ഹോൾഡ്സ് ദ കമ്പ്യൂട്ടർ സ്റ്റാർട്ടപ്പ് റൂട്ടീൻ ഈസ് എ ക്യാഷ്, ബി റാം, സി DRAM, ഡി റോം. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് റൂട്ടീനിൽ ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എവിടെയാണ് കീപ്പ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മളത് കീപ്പ് ചെയ്യുന്നത് റോമിലാണ്. റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി, അവിടെയാണ്. അതായത് നമ്മുടെ ബയോസിൻ്റെ സെറ്റപ്പ്, ബയോസ് എന്ന് പറയുന്നത് ബേസിക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ സോഫ്റ്റ്വെയർ കീപ്പ് ചെയ്യുന്നത് റീഡ് ഓൺലി മെമ്മറിയിലാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റോമാണ്. അപ്പോൾ നമുക്ക് ഓരോ മെമ്മറിയും ചെക്ക് ചെയ്യാം. ക്യാഷ് എന്താണ്, റാം എന്താണ്, ഡി റാം. ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊസസ്സർ ഇല്ലെങ്കിൽ സി പി യും പിന്നെ നമ്മുടെ റാം എന്ന് പറഞ്ഞ മെമ്മറീൻ്റെ ഇടയിൽ വരുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് റാം എന്ന് പറഞ്ഞ മെമ്മറിയിൽ പ്ലേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആക്സസ് ചെയ്യുന്ന പ്രോസസ്സ് ഇല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്ന ടാസ്കിനെ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ മെമ്മറിയിലാണ് കീപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റാമിൽ പോകുന്ന ആ ടൈം നമുക്ക് ക്യാഷിൽ നിന്ന് നമുക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സിങ് ടൈം നമുക്ക് ഇതിൽ നിന്നും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പ്രോസസ്സിങ് ടൈം അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈം നമുക്ക് കുറച്ചും കൂടെ സേവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫാസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ ക്യാഷ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ റാം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, നമ്മൾ റാൻഡം ആക്സസ് മെമ്മറിയാണ്. അവിടെയാണ് നമ്മൾ ഡാറ്റാസ് പ്ലേസ് ചെയ്തിട്ട് അവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ സി പി യു ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വോൾട്ടൈലാണ്. വോൾട്ടൈൽ ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ പവർ സപ്ലൈ ഓഫായി കഴിഞ്ഞാൽ ഡാറ്റാസ് എല്ലാം മിസ്സാവും. റോമിൽ അങ്ങനെയല്ല, നോൺ വോൾട്ടൈലാണ്. ഡാറ്റാസ് ഈവൺ ഇഫ് പവർ ഓഫായാലും നമുക്കതിൽ നിന്ന് നമുക്ക് ഡാറ്റ അവിടെ സേഫാണ്. അപ്പോൾ ഇത് വേറൊരു ക്വസ്റ്റ്യൻ, അത് വോൾട്ടൈൽ നോൺ വോൾട്ടൈൽ എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ DRAM എന്ന് പറയുന്നത് ഡൈനാമിക് റാമാണ്. റാമിൻ്റെ തന്നെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, SRAM ആൻഡ് DRAM. SRAM എന്ന് പറയുന്നത് സ്റ്റാറ്റിക് റാമാണ്, DRAM എന്ന് പറയുന്നത് ഡൈനാമിക് റാമാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് റൂട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റോമാണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും മാച്ച് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇൻപുട്ട് മൗസ്, ബി ഔട്ട്പുട്ട് മോണിറ്റർ, മെമ്മറി, ക്യാഷ്, സോഫ്റ്റ്വെയർ. ഇത് ഡയറക്റ്റ് കണക്ഷൻ തന്നെയാണ് വരുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്നത് മൗസാണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മോണിറ്ററാണ്. അത് ഇൻപുട്ട് ഡിവൈസ് മൗസാണ്, ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്റർ. മെമ്മറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കി ക്യാഷ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പൈത്തൺ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇതിൽ ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കറക്റ്റ് ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് തന്നെയാണ് വന്നത്. A1 ആണ് വരുന്നത്, B2, C3, D4.
Fourth question. If the binary equivalent of the decimal number 48 is 110000, then the binary equivalent of the decimal number 51 is given by options തന്നിട്ടുണ്ട് 110011, B 110010, C 110001, D 110100. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം. അത് ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി. അപ്പോൾ നമുക്ക് ആദ്യം കൺവേർഷൻസ് നോക്കിയിട്ട് ആൻസറിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം 48 ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഡെസിമൽ എന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ 48 എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പറാണ്. അപ്പോൾ അതിന് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ബൈനറീൻ്റെ ബേസ് 2 ആണ്. അത് വരാൻ കാരണം 0s and 1s ആണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ആണ് അതിൻ്റെ ബേസ് വരുന്നത്. അപ്പോൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 48നെ 2 ഡിവൈഡ് ചെയ്യുന്നു, 24 ആണ് വരിക. 2 ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. 2നെ ഡിവൈഡ് ചെയ്തു, 24 കിട്ടി. 24 റിമൈൻഡർ 0 ആണ്. പിന്നെ 2നെ 24 ഡിവൈഡ് ചെയ്യുന്നു, 12 ആണ് ആൻസർ. ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 0 ആണ്. പിന്നെ 12നെ 2 ഡിവൈഡ് ചെയ്തു, 6 ടൈംസ് പോകും, റിമൈൻഡർ 0 ആണ്. 6നെ 2 ഡിവൈഡ് ചെയ്തു, എത്ര ടൈം? 3 ടൈം പോകും, റിമൈൻഡർ 0 ആണ്. 3നെ 2 ഡിവൈഡ് ചെയ്തു, 1 ആണ്, അതിൻ്റെ റിമൈൻഡർ 1 ആണ്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ എഴുതുന്നത് റിമൈൻഡർ ആണ്, ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് ഡൗൺ നിന്ന് അപ്പിലേക്കാണ്. ഓക്കെ, അപ്പോൾ 1140 ആണ് ഇതിൻ്റെ ബൈനറി വാല്യൂ 48ൻ്റെ. ഓക്കെ, പിന്നെ ഇതിനെ ബൈനറിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൈനറി വാല്യൂ എഴുതുക. ഇതിൻ്റെ കറസ്പോണ്ടിങ്, അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് പൊസിഷൻ 0ൻ്റെ ഇത് ആണെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക്, ഇതിൽ ബൈനറിയിൽ നിന്ന് ഏതൊരു ഫോമിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യാറ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ഈ ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ 0നെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ 2 തന്നെയാണ് ബേസ് വരുന്നത്. ഇതിൻ്റെ പൊസിഷൻ ഈ 2⁻0, ഈ 0 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് 0ൻ്റെ പൊസിഷനാണ് വരുന്നത്. അതായത് ഈ ഫസ്റ്റ് 0ൻ്റെ പൊസിഷനാണ് ഇവിടെ വരുന്നത്. 0 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ 0 × 2⁻0ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ സെക്കൻഡ് പറയുകയാണെങ്കിൽ സെക്കൻഡ് എന്ന് പറയുന്നത് വാല്യൂ 0 ആണ്, ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1 ആണ്. 0 × 2⁻1. പിന്നെ തേർഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ 0ന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പൊസിഷൻ മാറുന്നത്, 0 × 2⁻2. പിന്നെ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ 2⁻3 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ 2⁻1, 2⁻4, ഇതിൻ്റെ എന്ന് പറയുമ്പോൾ 2⁻5. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് 0നോട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും നമുക്ക് ആൻസർ 0 വരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ 1 × 2⁻4 എന്ന് പറയുന്നത് 16 ആണ്. പിന്നെ 1 × 2⁻5 എന്ന് പറയുന്നത് 32 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്താൽ 48 ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് മെത്തേഡാണ്. ഇതിന് ഷോർട്ട് മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് തന്നിരിക്കുന്ന ബൈനറി വാല്യൂസ് നമ്മൾ എഴുതുക, അതിൻ്റെ മേലെ 1 2 4 8 16 32 ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ 2ൻ്റെ പവറിൽ 0 എന്ന് പറഞ്ഞാൽ 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ 2⁻, ഇതിൻ്റെ പൊസിഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവറാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ വരുന്നത് 2⁻0 ആണ്. പിന്നെ ഇവിടെ സെക്കൻഡ് എന്ന് പറയുന്നത് 2⁻1 എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ ഇവിടെ 2⁻2, സെക്കൻഡ് ഇവിടെ വരുന്നത് 2⁻2 എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ 8 വരുന്നത് 2⁻3. ഡയറക്റ്റായിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അത്ര തന്നെ. ഇവിടെ വരുന്നത് 2⁻4, ഇവിടെ വരുന്നത് 2⁻5. ഇപ്പം അടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ എന്താ വരും? 2⁻6 എന്ന് പറയുമ്പോൾ 64 വരും. പിന്നെ 128 വരും, 256 വരും, 512, അങ്ങനെ 2ൻ്റെ പവറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ആ വാല്യൂസ് ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ 0s ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0 ആയതുകൊണ്ട് നമ്മൾ ആ വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല, ഡയറക്റ്റ് 1 വെച്ചിട്ട് ചെയ്താൽ മതി. 1ൻ്റെ 16 ആഡ് ചെയ്യുന്നു, 1ൻ്റെ 32 ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നു. ഈ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് വാല്യൂസ് 1 2 4 8 16 32 അത് വെച്ചിട്ട് ഡയറക്റ്റ് എവിടെയാണോ 1 ഉള്ളത് അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ബൈനറി ടു ഡെസിമൽ കൺവേർട്ട് ചെയ്യുന്നത്. ഇത് നേരെ 48ൻ്റെ ആണ് വരുന്നത്. 51ൻ്റെ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. 51 പറഞ്ഞാൽ അതേ സെയിം പ്രൊസീജിയറാണ്. 51 ഡിവൈഡ് ചെയ്യുന്നു, 51നെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 25 ആണ്, അവിടെ റിമൈൻഡർ 1 ആണ്. പിന്നെ 25നെ 2 ഡിവൈഡ് ചെയ്യുന്നു, എത്ര ടൈം? 12 ആണ്,
റിമൈൻഡർ 1 ആണ്. പിന്നെ 12നെ 2 ഡിവൈഡ് ചെയ്യുന്നു, 6 ആണ്, റിമൈൻഡർ 0. 6നെ 2 ഡിവൈഡ് ചെയ്യുന്നു 3 ടൈം, റിമൈൻഡർ 0. 3നെ 2 ഡിവൈഡ് ചെയ്യുന്നു 1, റിമൈൻഡർ 1. അപ്പോൾ ഇതിൻ്റെ ഡൗണിൽ നിന്ന് അപ്പിലേക്ക് നമ്മൾ എഴുതുന്നു. വാല്യൂ എന്ന് പറയുന്നത് 110011 ആണ്. ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡെസിമലാണ്. ഇത് നിങ്ങളുടെ എൻ്റെ നിന്ന് നോക്കാം. ആൻസർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ചോദിച്ചിരിക്കുന്നത് 51ൻ്റെ ബൈനറി വാല്യൂ ആണ്. നമ്മളിവിടെ ഫൈൻഡ് ചെയ്തു. എന്താണ്? 110011. കറക്റ്റ് ആൻസർ 110011. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാറ്റ സ്റ്റോറേജ് ഹൈറാർക്കി കൺസിസ്റ്റ് ഓഫ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഹൈറാർക്കി? ഹൈറാർക്കി എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മളിത് സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബിറ്റ്, ബൈറ്റ്, ഫീൽഡ്, റെക്കോർഡ്, ഫയൽ, ഡാറ്റാബേസ്. പിന്നെ ബി എന്ന് പറയുന്നത് ബിറ്റ്, ബൈറ്റ്, റെക്കോർഡ്, ഫീൽഡ്, ഫയൽ, ഡാറ്റാബേസസ്. ബിറ്റ്, ബൈറ്റ്, ഫീൽഡ്സ്, ഫയൽസ്, റെക്കോർഡ്, ഡാറ്റാബേസസ്. പിന്നെ ബൈറ്റ്, ബിറ്റ്സ്, ഫീൽഡ്, റെക്കോർഡ്, ഫയൽ, ഡാറ്റാബേസ്. ഇതിൽ മെയിൻലി നമുക്ക് ഹൈറാർക്കി അറിഞ്ഞിരിക്കണം. ഏറ്റവും സ്മോളസ്റ്റ് പറയുന്നത് ബിറ്റാണ്. പിന്നെ വരുന്നത് ബൈറ്റാണ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. പിന്നെ ബൈറ്റുകൾ ചേർന്ന് ഫീൽഡിൽ നിന്ന് റെക്കോർഡ് നിന്ന് ഫയൽസ് എന്നാണ് ഡാറ്റാബേസ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ഹൈറാർക്കി ഒന്ന് ഓർത്തിരിക്കുക. ബിറ്റ്, ബൈറ്റ്, ഫീൽഡ്സ്, റെക്കോർഡ്സ്, ഫയൽ ആൻഡ് ഡാറ്റാബേസ്. ഓക്കെ, ഇവിടെ ഈ ഓപ്ഷൻ ഡി എന്തെങ്കിലും പോകും, എന്തെങ്കിലും ബൈറ്റ് എന്തെങ്കിലും വരില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ഹൈറാർക്കി അറിയുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആൻസർ എ ആണ്. 6th question. Which of the following correctly list computer memory types from highest to lowest speed? ഇത് തന്നിരിക്കുന്ന മെമ്മറിയിൽ ഏറ്റവും ഹയസ്റ്റ് ലോവസ്റ്റ് സ്പീഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡറി സ്റ്റോറേജ്, മെയിൻ മെമ്മറി, ക്യാഷ് മെമ്മറി, CPU രജിസ്റ്റേഴ്സ്. ബി എന്ന് പറയുന്നത് CPU രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, സെക്കൻഡറി സ്റ്റോറേജ്, മെയിൻ മെമ്മറി. സി എന്ന് പറയുന്നത് CPU രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, സെക്കൻഡറി സ്റ്റോറേജ്. ഡി എന്ന് പറയുന്നത് ക്യാഷ് മെമ്മറി, CPU രജിസ്റ്റേഴ്സ്, മെയിൻ മെമ്മറി, സെക്കൻഡറി സ്റ്റോറേജ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹൈറാർക്കി നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന മെമ്മറി, ഇല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത് രജിസ്റ്ററാണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്പീഡാണ്. രജിസ്റ്ററാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്പീഡ്. പിന്നെ വരുന്നത് ക്യാഷ് മെമ്മറിയാണ്. പിന്നെ വരുന്നത് മെയിൻ മെമ്മറിയാണ്. പിന്നെ വരുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ആണ്. ഇതിൻ്റെ ഹൈറാർക്കി ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ സി ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. രജിസ്റ്റർ, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, സെക്കൻഡറി സ്റ്റോറേജ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ CPU രജിസ്റ്റർ ഏറ്റവും എക്സ്പെൻസീവ് ആണ്. അവിടെ നിന്ന് ഹൈറാർക്കിയിലോട്ട് പോകുമ്പോൾ പ്രൈസ് കുറഞ്ഞ് വരും. സെക്കൻഡറി സ്റ്റോറേജിന് കുറവാണ്. പിന്നെ ഫാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫാസ്റ്റസ്റ്റ് CPU രജിസ്റ്റർ ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 7. Encoding or scrambling data for transmission across a network is known as A. Protection, B. Detection, C. Encryption, D. Decryption. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻകോഡിംഗ് എന്ന് പറഞ്ഞ കീവേഡ് വന്നാൽ തന്നെ നമുക്ക് അറിയാം എൻക്രിപ്ഷൻ, റിലേറ്റഡ് ടു എൻക്രിപ്ഷൻ ആണ്. അപ്പോൾ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഡാറ്റനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് വേറൊരു തേർഡ് പാർട്ടി പേഴ്സൺ അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അതിനൊരു എൻകോഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, ഡാറ്റേൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇൻബിറ്റിൻ അതാരും സ്റ്റീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻകോഡിംഗ് ഓഫ് സ്ക്രാമ്പിളിംഗ് ഡാറ്റ ട്രാൻസ്മിഷൻ അക്രോസ് എ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ ആണ് വരുന്നത്. പിന്നെ ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റനെ നമ്മൾ ഒറിജിനൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് നമ്മൾ ഡീക്രിപ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതിന് ഓരോ മെക്കാനിസം ആൻഡ് ടെക്നിക്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് മെയിൻലി എൻഷുർ ചെയ്യുന്നത് പ്രൊട്ടക്ഷനാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ എക്സ്പ്ലനേഷനാണ്. നോക്കാം. ഓക്കെ, ഒന്നുമില്ല. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഓഫ് ഇൻഫർമേഷൻ ഡാറ്റ എൻകോഡിംഗ് എക്സ്പെക്റ്റഡ് ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസിനാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് ദ കൺവേർഷൻ ഓഫ് എൻക്രിപ്റ്റഡ് ഡാറ്റ ടു ഒറിജിനൽ ഫോം. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 8th question. Which one of the following is not the same as the other three? A. MAC address, B. hardware address, C. physical address, D. IP address. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഇതിൽ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക്
ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ മാക് അഡ്രസ്സിനെ പറയുന്നത് തന്നെയാണ് ഹാർഡ്വെയർ അഡ്രസ്, ഫിസിക്കൽ അഡ്രസ്. അതിൻ്റെ തന്നെ വേറൊരു പേരാണ്. മാക് അഡ്രസ് എന്ന് പറയുന്നത് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സാണ്. ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കുക, മീഡിയ ആക്സസ് കൺട്രോൾ ആണ്. പിന്നെ എന്ന് പറയുന്നത് ഇത് മെയിൻലി നമ്മൾ ഇതെവിടെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ, നമ്മൾ ഏത് ലാപ്പാണോ അല്ലെങ്കിൽ ഏത് ഡെസ്ക്ടോപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അവരെന്ന് പറയുന്നത് ഇത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹാർഡ്വെയർ അല്ലെങ്കിൽ മാക് അഡ്രസ്സ് പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിൻ്റെ അകത്താണ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ മാക് അഡ്രസ്സ് നമുക്ക് കിട്ടുക. ഇതെന്ന് പറയുന്നത് ഒരു യുണീക്ക് അഡ്രസ്സാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിക് ആണ്, നമ്മളത് ഒരിക്കലും ചേഞ്ച് ആവില്ല. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു റൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ മോഡമായിട്ട് കണക്ട് ചെയ്യണം. അത് നമ്മുടെ നെറ്റ്വർക്കിംഗ് ഡിവൈസായിട്ട് ഫസ്റ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ മാക് അഡ്രസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതായത് ആ റൂട്ടർ ഇല്ലെങ്കിൽ ആ റൂട്ടർ ഡിമാൻഡ് ചെയ്യും. അത് മാക് അഡ്രസ്സ് കിട്ടിയാൽ മാത്രമേ ആ ഒരു കറസ്പോണ്ടിങ് സിസ്റ്റത്തിന് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക് അഡ്രസ്സ് നിർബന്ധമായിട്ട് നമുക്ക് വേണം. അതിനെ തന്നെയാണ് ഹാർഡ്വെയർ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും പറയുന്നത്. ഓക്കെ, പിന്നെ അങ്ങനെ നമുക്ക് മാക് അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിവൈസിന് നമ്മുടെ റൂട്ടർ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഡിവൈസസ് കറസ്പോണ്ടിങ് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർനെറ്റിൽ ഒരു ഡിവൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്രസ്സാണ് IP അഡ്രസ്സ്. ഇതിൻ്റെ തന്നെ പല വേർഷൻസ് ഉണ്ട്. IPv4 ഉണ്ട്. v4 എന്ന് പറയുന്നത് വേർഷൻ 4 IP അഡ്രസ്സാണ്. അതിൻ്റെ ബിറ്റ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക 32 ബിറ്റാണ്. IPv4ൻ്റെ ബിറ്റ് എന്ന് പറയുന്നത് 32 ബിറ്റാണ്. ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് IPv6ൻ്റെ ബിറ്റ് എന്ന് പറയുന്നത് 128 ബിറ്റ്സ് ആണ്. ഇതിന് കുറച്ച് എക്സ്ട്രാ നോളജും കൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാരണം ഇത് ഓരോ ക്വസ്റ്റ്യനും റിലേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ്റെ റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്യുന്നത്, നോട്ട് ചെയ്യാം. അപ്പോൾ IPv6ൻ്റെ എത്ര ബിറ്റ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 128 ബിറ്റ്സ് ആണ് അത് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നോട്ട് സെയിം ആസ് അതർ 3 എന്ന് പറയുന്നത് IP അഡ്രസ്സാണ് വരുന്നത്. ബാക്കിയൊക്കെ സെയിം അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞിരുന്നത് ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഫൈൻഡ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം, കാണിച്ചു തരാം. IP കമാൻഡ് പ്രോംപ്റ്റിൽ പോവാം. കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിൽ അല്ലെങ്കിൽ Windows+R ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോ വരും. നമ്മുടെ സ്റ്റാർട്ടിൽ പോയിട്ട് ടെർമിനൽ സെർച്ച് ചെയ്താലും നമുക്ക് ഡയറക്റ്റ് പോകും. കമാൻഡ് പ്രോംപ്റ്റിൽ CMD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ചെയ്യാം. എന്നിട്ട് IP കോൺഫിഗ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സ് കാണാൻ പറ്റും. ഇത് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ഈ നമ്മുടെ അഡ്രസ്സ് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ IP ഇത് V6ഉം വരുന്നുണ്ട്, V4ഉം വരുന്നുണ്ട്, രണ്ടും എംബഡഡ് ആണ്. കറക്റ്റാണ്. ഇതിൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത് 128.168.43.54 ആണ്. പിന്നെ V6 അഡ്രസ്സിൽ 240 ഈ ഒരു ന്യൂമറിക് വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് IP അഡ്രസ്സ് കാണാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിൻ്റെ. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് കാണണമെങ്കിൽ IP കോൺഫിഗ് /all എന്ന് കൊടുത്തതിനാൽ എല്ലാ ഇതും കാണിച്ചു തരും, എല്ലാ അഡ്രസ്സും നമുക്ക് കാണിച്ചു തരും. ഇതിൽ ഫസ്റ്റ് പോയിട്ട് സ്ക്രോൾ ചെയ്തിട്ട് നേരെ വയർലെസ് LAN അഡാപ്റ്റർ വൈഫൈയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വയർലെസ് LAN അഡാപ്റ്ററിൽ പോയിട്ട് IP കോൺഫിഗ് ഓളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വയർലെസ് LAN അഡാപ്റ്റർ ലോക്കൽ അഡാപ്റ്റർ നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സ് ഇവിടെ നമുക്ക് കാണിച്ചു തരും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആൽഫ ന്യൂമറിക് ഹാർഡ്വെയർ അഡ്രസ്സാണ് വരുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു 48 ബിറ്റ് അഡ്രസ്സാണ്. നമ്മുടെ മാക് അഡ്രസ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 48 ബിറ്റ് അഡ്രസ്സാണ്. അതും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിൻ്റെ അഡ്രസ്സ്. ഓക്കെ, ഇത് നിങ്ങളുടെ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ നോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എൻ്റെ നിന്ന് വായിച്ച് നോക്കുക. ഇനി അത് വായിച്ചിട്ട് നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നില്ല, കാരണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ 8th ആൻസറാണ് IP അഡ്രസ്സ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 9 ഐഡൻറ്റിഫൈ ദ IP അഡ്രസ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ IP അഡ്രസ്സാണ് നമുക്ക് ഫൈൻഡ് ചെയ്യുന്നത്. IP അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിലാണ് ഉണ്ടാവുക. ഇവിടെ തന്നിരിക്കുന്നതൊന്നും ഡോട്ടഡ് അല്ല എക്സെപ്റ്റ് C. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് C ആണ്. അത് നമ്മുടെ IP അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡോട്ടഡ് ഡെസിമലാണ്.
കണ്ടില്ല, ഇവിടെ 202.50.20.148 അതൊരു ഡോട്ടഡ് ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. അതുണ്ടാവാം, പക്ഷെ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നത് കണ്ടില്ലേ, അത് നമ്മുടെ ഹൈഫൺ വെച്ചിട്ടും @ വെച്ചിട്ടൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് യാന്ത്രയിലേക്ക് വരാൻ സാധിക്കും. ഓക്കെ, ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് നമ്മുടെ IP അഡ്രസ്സ് ഏത് ക്ലാസ്സാണ്, IP അഡ്രസ്സ് തന്നിട്ട് ഏത് ക്ലാസ്സിൽ വരുന്നതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് C ആണ്. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിനും കൂടെ ഒന്ന് നോക്കാം എന്താണ്. ക്ലാസ്സിന് എന്ന് പറയുന്നത് നമ്മൾ IP അഡ്രസ്സിൻ്റെ ഫസ്റ്റ് ഒക്ടറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇത് ഓരോ ഒക്ടറ്റാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇതിൽ ഫസ്റ്റ് ഒക്ടറ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അഡ്രസ്സാണ്. ഈ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഏത് ക്ലാസ്സാണെന്ന് പറയുന്നത്. ഓരോ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, D, E ഇങ്ങനെ 5 ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിനും ഓരോ റേഞ്ച് ഓഫ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒക്ടറ്റിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ എന്ന് പറയുന്നത് 0 to 127 ആണ് ആ റേഞ്ച്. ബീൻ്റെ എന്ന് പറയുന്നത് 128 into 191, Cൻ്റെ 192 into 223, D എന്ന് പറയുന്നത് 224 into 239, Eൻ്റെ 214 into 250. ഈ വാല്യൂസ് നമ്മളൊന്ന് ഓർത്തിരിക്കുക, എന്നാൽ മാത്രം നമുക്ക് ക്ലാസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ കേസിൽ നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് C ആണ്, കാരണം അത് വരുന്നത് 192ൻ്റെയും 223ൻ്റെയും ഇടയിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതായത് 127.0.0.1 ആ അഡ്രസ്സ് എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ലൂപ്പ് ബാക്ക് അഡ്രസ്സാണ്. ഒന്നും കൂടെ പറയാം, ലൂപ്പ് ബാക്ക് അഡ്രസ്സ് എന്താണെന്ന് അപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ 127.0.0.1 എന്ന് പറഞ്ഞ അഡ്രസ്സ് എന്താണ്, അതെന്ന് പറയുന്നത് ലൂപ്പ് ബാക്ക് അഡ്രസ്സാണ്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിലെ TCP/IP സൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ലോക്കൽ സെർവറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന IP അഡ്രസ്സാണ് 127.0.0.1. ഓക്കെ, അത് നമ്മുടെ സിസ്റ്റത്തിനെ തന്നെ ലോക്കൽ സെർവർ ആക്കിയിട്ട് നമ്മൾ ടാസ്ക് പെർഫോം ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യുന്ന IP അഡ്രസ്സാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അഡ്രസ്സ്. അതിൻ്റെ പേരും അതിൻ്റെ ID-യും ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ തെറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല. 11th ക്വസ്റ്റ്യൻ, സെക്കൻഡ് 12. ഓക്കെ, നമ്പർ തെറ്റിപ്പോയതാണ്, കുഴപ്പമില്ല. 11th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Given the following email field, which of the email address will Swami be able to see when he receives the message? Eleventh question. Given the following email field, which of the email address will Swami be able to see when he receives the message? 2. ram@test.com, C. CCC, raj@test.com, ravi@test.com, BCC ഫീൽഡിൽ swami@test.com, അതോടൊപ്പം തന്നെ ram@test.com. ഇത് ചോദിച്ചിരിക്കുന്നത് സ്വാമി എന്ന് പറഞ്ഞ പേഴ്സണിന് ഏത് ഇമെയിൽ അഡ്രസ്സ് കാണാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഇമെയിൽ അഡ്രസ് വിൽ സ്വാമി ബി ഏബിൾ ടു സീ വെൻ ഹി റിസീവ് ദ മെസ്സേജ്? ഇതിൽ 2 ഫീൽഡിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സാണ് റാം. CC ഫീൽഡിൽ കൊടുത്തിരിക്കുന്ന പേഴ്സൺസിൻ്റെ പേരാണ് രാജും രവിയും. BCC ഫീൽഡിൽ സ്വാമിയും റാമയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സ്വാമി ഏതൊക്കെ പേഴ്സൺസിനാണ് കാണാൻ പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് മുന്നേ തന്നെ നമുക്ക് CCC BCC എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. CCC എന്ന് പറയുന്നത് കാർബൺ കോപ്പിയാണ്, BCC എന്ന് പറയുന്നത് ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇമെയിലിൽ യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സിൽ വരുന്നതാണ്. ജിമെയിൽ ഇല്ലെങ്കിൽ ഇമെയിൽ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സാണ്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെയിലിൻ്റെ നമ്മൾ ഓരോ പേഴ്സണിന് അയക്കുന്ന മെയിലിൻ്റെ ID വേറൊരു പേഴ്സൺ കാണാണ്ടിരിക്കാൻ വേണ്ടി ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഹൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സാണ് CCCയും BCCയൊക്കെ വരുന്നത്. CCC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി ആയിട്ട് നമുക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്യാൻ പറ്റും. BCCയിലാണ് നമ്മൾ ഹൈഡ് ചെയ്യുന്നത്, ബ്ലൈൻഡ് ആക്കി വെക്കും. അപ്പം നമുക്ക് അതിന് BCC എന്താണെന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ സ്വാമി എന്ന് പറഞ്ഞ പേഴ്സൺ എന്ന് പറയുന്നത് BCC ഫീൽഡിലാണ് കൊടുത്തിരിക്കുന്നത്. BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. swami@test.com, റാമ എന്ന് പറഞ്ഞാൽ 2 പേഴ്സൺസാണ്. അവരുടെ മെയിൽ ID ആണ് നമ്മൾ BCC ഫീൽഡിൽ വെക്കുന്നത്. അപ്പോൾ BCC ഫീൽഡിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ ഇൻക്ലൂഡ് ചെയ്ത പേഴ്സൺസിന് ബാക്കിയുള്ള എല്ലാ ഫീൽഡുകളിലും കാണാൻ പറ്റും. അതായത് 2-ൽ കൊടുത്തിരിക്കുന്ന പേഴ്സൺസിനെ കാണാൻ പറ്റും, CCC എന്ന് പറഞ്ഞ ഫീൽഡിലെ പേഴ്സൺസിനെ കാണാൻ പറ്റും. പക്ഷേ എക്സെപ്റ്റ് അവർ തമ്മിൽ കാണാൻ പറ്റില്ല. ഓക്കെ, അതായത് BCC ഫീൽഡിൽ ബാക്കിയുള്ള എല്ലാ ഫീൽഡുകളിലും കാണാൻ പറ്റും. പക്ഷേ അവരുടെ വേറെ ഏതെങ്കിലും BCC ഫീൽഡ് കൊടുത്തിട്ടുള്ള പേഴ്സൺസിന് അവരെ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ കേസിൽ നമ്മൾ സ്വാമി എന്ന് പറഞ്ഞാൽ ആരൊക്കെ കാണാൻ പറ്റും? റാമിനെ കാണാൻ പറ്റും, രാജും റവിനും കാണാൻ പറ്റും. പക്ഷേ റാമ എന്ന് പറഞ്ഞ പേഴ്സണിനെ കാണാൻ പറ്റില്ല. ഓക്കെ, അതാണ് BCCൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്, അതായത് ബ്ലൈൻഡ് കാർബൺ കോപ്പി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റാം, രാജ് ആൻഡ് റവി. റാമായനെ കാണാൻ പറ്റില്ല, കാരണം അത് BCC ഫീൽഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കേസ് നമ്മൾ CCC ഫീൽഡിലുള്ള പേഴ്സൺസിന് ഇമെയിൽ റിസീവ് ചെയ്യുമ്പോൾ അവർക്ക് ബ്ലൈൻഡ് കാർബൺ കോപ്പിയുള്ള പേഴ്സൺസിനെ ആരും കാണാൻ പറ്റില്ല. പക്ഷേ റവീനെ കാണാൻ പറ്റും, റാമിനും കാണാൻ പറ്റും. അത് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് പറയുകയാണ്. അതായത് നമ്മുടെ CCC ഫീൽഡിൽ റിസീവ് ചെയ്യുന്ന, ഇപ്പോൾ രാജ് സപ്പോസ് ഇമെയിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ പേഴ്സണിന് BCC ഫീൽഡിലുള്ള സ്വാമിനെയും റാമിനെയും കാണാൻ പറ്റില്ല, റാമേനെയും കാണാൻ പറ്റില്ല, കാരണം അവർ BCC ഫീൽഡിലാണ്. ഓക്കെ, അതാണ് ഇതിന് തമ്മിലൊരു ഡിഫറൻസ് വരുന്നത്. BCC ഫീൽഡിൽ എല്ലാവരും കാണാൻ പറ്റും, അതായത് റാമിനും രാജിനും റവിനൊക്കെ കാണാൻ പറ്റും, കാരണം അവർ 2 ഫീൽഡിലും CCC ഫീൽഡിലുള്ള എല്ലാവരും കാണാൻ പറ്റും. പക്ഷേ BCC ഫീൽഡിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാണാൻ പറ്റില്ല. അതാണ് BCC ഫീൽഡിൻ്റെ ഫീച്ചർ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന സ്വാമിൻ്റെ ആണെങ്കിൽ റാമും രാജും റവിയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ 2 തവണ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ നോട്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. കാർബൺ കോപ്പി, CCC കാർബൺ കോപ്പി വിച്ച് മീൻസ് ദാറ്റ് ദ റെസിപ്പിയൻറ്റ് വുഡ് നോ ഹൂ യു ഹാവ് സെൻഡ് ദ മെസ്സേജ്. അത് നമ്മൾ ഇമെയിൽ റിസീവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുന്നേ ഇല്ലെങ്കിൽ ഈ മെസ്സേജ് തന്നെ ആർക്കൊക്കെ അയച്ചിട്ടുണ്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മെയിൽ കാണാൻ പറ്റും. കാർബൺ കോപ്പിയിൽ ഫീൽഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണ്. ബ്ലൈൻഡ് കാർബൺ കോപ്പിയിൽ BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ്. വിച്ച് മീൻസ് ദ റെസിപ്പിയൻറ്റ് വുഡ് നോട്ട് നോ ഹൂ യു ഹാവ് സെൻഡ് ദ മെസ്സേജ് ടു. ഇത് ബ്ലൈൻഡ് കാർബൺ കോപ്പിയിലാക്കി വെച്ച പേഴ്സൺസിനെ വേറെ റിസീവ് ചെയ്യുന്ന വേറെ പേഴ്സൺസിനെ അത് കാണാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇത് മീൻ ചെയ്യുന്നത്. BCC യൂഷ്വലി ഫോർ ബിസിനസ് പർപ്പസിനാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ ജിമെയിൽ ഇതിൻ്റെ ലേ ഔട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഫ്രം വരും, ടു വരും, CCC വരും, BCC വരും. BCCയിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന പേഴ്സൺസിനാണ്. അവർക്കെന്നറിയുന്നത് ഈ ഫ്രമ്മും ടൂവും ഫീൽഡ് എല്ലാവരും കാണാൻ പറ്റും. പക്ഷേ എക്സെപ്റ്റ് ഇവിടെ കോമട്ടിട്ട് വേറെ ആരെങ്കിലും BCC ഫീൽഡിലുണ്ടെങ്കിൽ അവരെ കാണാൻ പറ്റില്ല, ബാക്കി എല്ലാവരും കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഫീച്ചർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് B ഓപ്ഷനാണ്. 12. FTP ഈസ് എൻ എക്രോണിം ഫോർ. FTP എന്ന് പറയുന്നത് ബേസിക്കലി ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻ്റർനെറ്റിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. അതായത് നമ്മളൊരു സെർവറിൽ നിന്ന് വേറെ സെർവറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതിൻ്റെ നോട്ടാണ് സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് കമ്പ്യൂട്ടർ ഫോളോ ഫോർ ദ ട്രാൻസ്ഫറിങ് ഓഫ് ഫയൽ ഫ്രം വൺ സിസ്റ്റം ടു അനദർ ഓവർ ദ ഇൻ്റർനെറ്റ്. 13. An ASCII is a character encoding scheme that is employed by personal computer in order to represent various characters, numbers and control keys that the user select on the keyboard. ASCII is an acronym for. ASCIIൻ്റെ എക്രോണിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ASCII എന്താ? ASCIIൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ എൻകോഡിങ് സ്കീമാണ്. ഇത് നമ്മൾ യൂസർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് കീബോർഡിൽ നിന്നായിരിക്കും. അതെന്ന് പറയുന്നത് നമ്മൾ ക്യാരക്ടേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിന് മനസ്സിലാവുന്നത് 0s and 1s ആണ്. അപ്പോൾ 0s and 1sലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ASCII എന്ന് പറഞ്ഞ എൻകോഡിങ് സ്കീം വെച്ചിട്ടാണ്. എന്നാൽ മാത്രമേ സിസ്റ്റത്തിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡാണ്, എല്ലാ സിസ്റ്റവും ഇത് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എബ്രിവേഷൻ എന്ന് പറയുകയാണെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് ആണ് ഇതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഇതിപ്പോൾ ഇതിൻ്റെ വേറെ ഓപ്ഷൻ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻ്റർചേഞ്ച് ഇൻഫോർമേഷൻ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇതെല്ലാം നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. A option. 14. MOOC stands for Media Online Open Course. B. Massive Open Order Course. C. Massive Open Online Course.
ഡി മീഡിയ ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. മൂക്ക് എന്ന് പറയുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്. ഇതെല്ലാം നമ്മുടെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്. സി ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇതെന്താ നമുക്ക് നോക്കാം. മൂക്ക് എന്ന് പറയുന്നത് എം ഫോർ മാസീവ്, ഓ ഫോർ ഓപ്പൺ, പിന്നെ നെക്സ്റ്റ് ഓ ഫോർ ഓൺലൈൻ, സി എന്ന് പറയുന്ന കോഴ്സാണ്. മാസീവ് എന്ന് പറയുന്നത് ഒരു ബൾക്കായിട്ടുള്ള പേഴ്സൺസിന് അത് ആക്സസ് ചെയ്യാൻ പറ്റും. മാസീവ് ആയിട്ടുള്ള പേഴ്സൺസിന് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ടു കൗണ്ട് അല്ല, 100,000, 10,000, 1 lakh ഓർ എബോ അത്രയും പേഴ്സൺസിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സസാണ് മൂക്കിൽ വരുന്നത്. ഓപ്പൺ എന്ന് പറയുന്നത് ഇത് ഓപ്പൺ രജിസ്ട്രേഷൻ ആയിരിക്കും, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ഇല്ലെങ്കിൽ അഫോർഡബിൾ കോസ്റ്റിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് വാച്ച് ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കോഴ്സസ് എന്ന് പറയുന്നത് കോളേജ് കോഴ്സസും ഉണ്ട്, ലേണിംഗ് കമ്മ്യൂണിറ്റി, ഓവറോൾ എല്ലാ കാറ്റഗറി കോഴ്സസും വരുന്നുണ്ട്. ഫീഡ്ബാക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, അസസ്മെൻറ്റ്സ് വരുന്നുണ്ട്, ഒരു കമ്മ്യൂണിറ്റി തന്നെ അവിടെ ഉണ്ട്, അവിടെ നമുക്ക് നമ്മുടെ ഫീഡ്ബാക്കും സജഷൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ക്രെഡിറ്റ്സും നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൻ്റെ മൂക്കിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ UGCൻ്റെ സൈറ്റിൽ നമ്മൾ സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ കുറേ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഇതോടൊപ്പം തന്നെ സ്വയംൻ്റെ ഒക്കെ ഫുൾ ഫോം നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. സ്വയം എന്ന് പറയുന്നത് സ്റ്റഡി വെബ് ഫോർ ആക്റ്റീവ് ഫോർ യങ് ആസ്പയറിങ് മൈൻഡാണ് സ്വയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ 15th question. A group's access to digital technology and another group's lacks of access to it will cause a disparity known as internet inequality, B web inequality, C technological imbalance, D digital divide. അതായത് ചോദിച്ചിരിക്കുന്നത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ഡിജിറ്റൽ ടെക്നോളജി ആയിട്ടുള്ള നോളജ് ഉണ്ട്, പിന്നെ വേറൊരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് അതിൻ്റെ ഒരു നോളജുമില്ല. ഇതിനെ പറയുന്ന പേര് എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡിവൈഡാണ്. ഇത് കുറച്ച് പേഴ്സൺസിന് ഡിജിറ്റലി നോളജ് ഉണ്ട്, കുറച്ച് പേഴ്സൺസിന് നോളജ് ഇല്ല. ഇതിനെ പറയുന്ന പേരാണ് ഡിജിറ്റൽ നോളജ്. ഡി ഓപ്ഷൻ. 16. Which of the following enable us to send the same letter to different person in MS Word? A. Mail join, B. Mail copy, C. Mail insert, D. Mail merge. അത് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് സെയിം ഡോക്യുമെൻ്റ് അയക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫീച്ചറാണ് മെയിൽ merge. മെയിൽ merge ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജിൽ HOD എന്ന് പറയുന്നത് നമ്മുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള HODൻ്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള സ്റ്റുഡൻസിന് മെയിൽ അയക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഡോക്യുമെൻ്റ് ആണ്. അതിലെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നെയിം, അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ ആ ഒരു കേസിൽ അതായത് ഒരു 300 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 300 ഡോക്യുമെൻ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നെയിമും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം സ്പ്രെഡ്ഷീറ്റിൽ അറ്റാച്ച് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ സ്പ്രെഡ്ഷീറ്റ് വെച്ചിട്ട് നമ്മൾ അതിൽ ആ ഒരു ഡാറ്റ സ്പ്രെഡ്ഷീറ്റിൽ അറ്റാച്ച് ചെയ്തിട്ട് മെയിൽ merge എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് ആ ഡാറ്റ നേരെ ഈ വേർഡ് എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ മെയിൽ merge എന്ന് പറഞ്ഞ ഫീച്ചർ ഉപയോഗിച്ചിട്ട് അങ്ങനെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ അറ്റാച്ച് ചെയ്ത് മെയിൽ merge സ്റ്റാർട്ട് ചെയ്തിട്ട് ഡാറ്റാസ് സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ വേണ്ടത്, എത്ര സ്റ്റുഡൻസിനാണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അത്രയും നമുക്ക് ആ ഡോക്യുമെൻ്റ് merge ചെയ്ത് വരും. ഇത് ഡോക്യുമെൻറ്റിൻ്റെ കണ്ടൻറ്റും ലേഔട്ടൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ ആ നമുക്ക് വേണ്ട വാല്യൂസ് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് വരും. അതാണ് നമ്മൾ സെയിം ലെറ്റർ ആയിരിക്കും നമുക്ക് ഡിഫറെൻറ്റ് പേഴ്സൺസിന് അയക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫീച്ചറാണ് മെയിൽ merge. ഓക്കെ, ഓർത്തിരിക്കുക. ഇതിൻ്റെ മെയിൽ merge എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെത്തഡ് ഓഫ് ടേക്കിംഗ് ഡാറ്റ ഫ്രം ഡാറ്റാബേസ്, സ്പ്രെഡ്ഷീറ്റ് ഓർ അതർ ഫോം ഓഫ് സ്ട്രക്ചർഡ് ഡാറ്റ ആൻഡ് ഇൻസേർട്ടിംഗ് ഇൻ ടു ദ ഡോക്യുമെൻറ്റ് സച്ച് എസ് ലെറ്റർ, മെയിൽ ലേബൽ ആൻഡ് നെയിം ടാഗ്സ്. ഇത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, 17th question. .gif, .jpg, .bmp, .png are used as extension for file which stores A. audio data, B. image data, C. video data, D. text data. അപ്പോൾ ഈ ഫയൽ ഫോർമാറ്റുകളെല്ലാം തന്നിരിക്കുന്നത് നമ്മുടെ ഇമേജ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്ന ഫയൽ ഫോർമാറ്റുകളാണ്. ഓക്കെ,
ഇമേജ് ഡാറ്റയാണ് വരുന്നത്. ഇതിൽ ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റുകൾ വരുന്നുണ്ട്, അതും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്നൊരു ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ ഇതിൽ വേറും കുറേ എണ്ണം വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡാറ്റാസാണ് അറ്റാച്ച് ചെയ്തത്. ഇതൊന്ന് ഓർത്ത് വെക്കാം. ഇതിൽ വരുന്നത് ഇമേജ് ഡാറ്റയാണ്. ഇതിൻ്റെ ജിഫും JPGൻ്റെ എല്ലാം നമുക്ക് എബ്രിവേഷൻ നോക്കാം. ജിഫ് എന്ന് പറയുന്നത് ഗ്രാഫിക് ഇൻ്റർചേഞ്ച് ഫോർമാറ്റാണ്. JPG ഒരു JPEG എന്ന് പറയുന്നത് ജോയിൻറ്റ് ഫോട്ടോഗ്രാഫി എക്സ്പേർട്സ് ഗ്രൂപ്പാണ്. BMP എന്ന് പറയുന്ന ബിറ്റ് മാപ്പ് ഫോർമാറ്റാണ്. PNG എന്ന് പറയുന്ന പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് ആണ്. ഇതും ഒന്ന് ഓർത്ത് വെക്കാം. ഇപ്പോൾ ഫയൽസിൻ്റെയൊക്കെ എക്സ്റ്റൻഷൻസും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നെറ്റിൽ നിന്ന് നോക്കിയിട്ട് പഠിക്കാം. ഇല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആക്സസ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോവാം എക്സാമിന്. 18th, a computer program that translates a program state by statement into a machine language is called an compiler, simulator, translator, interpreter. അത് നമ്മുടെ യൂസർ അല്ലെങ്കിൽ ഹ്യൂമൻ കൊടുക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഇൻപുട്ട്, ആ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. അത് കൊടുത്തിരിക്കുന്ന ഹ്യൂമൻ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ലേറ്റേഴ്സിൽ വരുന്നതാണ് കമ്പൈലേഴ്സും ഇൻ്റർപ്രറ്റേഴ്സും. മൂന്നാമത് ഒരു അസംബ്ലർ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ആദ്യം ഇത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് പ്രോഗ്രാമാണ് സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇൻ്റർപ്രറ്ററാണ്. ഇൻ്റർപ്രറ്ററാണ് അത് നമ്മുടെ ഹ്യൂമൻ കൊടുക്കുന്ന പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഇൻ്റർപ്രറ്റർ. കമ്പൈലർ എന്ന് പറയുന്നത് ഓവറോൾ പ്രോഗ്രാമിനെ അറ്റ് എ ടൈം ഒരു സമയത്ത് തന്നെ ഓവറോൾ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ അസംബ്ലർ എന്ന് പറയുന്നത് അസംബ്ലി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സിമുലേറ്റർ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ കോൺടെക്സ്റ്റ് ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്ററാണ്. 19. Protocol used by email clients to download email to your computer. A. TCP, B. FTP, C. SMTP, D. POP. ഈ പ്രോട്ടോകോൾസ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇമെയിൽ ക്ലയൻറ്റ്, അതൊരു ഇമെയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏത് പ്രോട്ടോക്കോളാണ് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് POP. POP എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോളാണ്. ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കുക, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളൊരു മെയിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ ലാപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു. ആ മെയിൽ എന്ന് പറയുന്നത് പോപ്പ് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ ഇമെയിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ദിവസം ഇല്ലെങ്കിൽ ആ ദിവസം തന്നെ വേറൊരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അതാണ് പോപ്പിൻ്റെ ഡ്രോബാക്ക്. ആ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്തുകൊണ്ടാണ് വേറൊരു പ്രോട്ടോക്കോൾ വന്നത്, IMAP അല്ലെങ്കിൽ IMAP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോളാണ്. അതെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ. അതായത് പോപ്പിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയൊരു വേർഷൻ പ്രോട്ടോക്കോളാണ് IMAP. അതിൻ്റെ ഒരു എക്സ്പാൻഷനും കൂടെ ഓർത്ത് വെക്കുക, ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ. പിന്നെ TCP എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളാണ്. അതെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. FTP നേരത്തെ പറഞ്ഞു, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. SMTP എന്ന് പറയുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ മെയിൽ അത് വേറൊരു പേഴ്സണിലേക്ക് മെയിൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. കറക്റ്റ് ആൻസർ ഇവിടെ ഡൗൺലോഡിങ് വരുന്നതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പോപ്പാണ്. 19. In internet technology, what does the acronym WYSI, WYG ഇതിൻ്റെ എബ്രിവേഷനാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മൈൻലി ഇത് യൂസ് ചെയ്യുന്നത് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് എബ്രിവേഷൻ. ഇതിന് വേറെയും കുറേ കോമൺ എബ്രിവേഷൻ നമ്മൾ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്, അതാണ് ഇൻ്റർനെറ്റ് ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെയും കുറേ എബ്രിവേഷൻ വരുന്നുണ്ട്. 2G ഫോർ യു എന്ന് പറഞ്ഞാൽ ടു ഗുഡ് ഫോർ യു. AWH FY എന്ന് പറഞ്ഞാൽ ആർ വി ഹാവിങ് ഫൺ ഇറ്റ്. AYPI എന്ന് പറഞ്ഞാൽ ആൻഡ് യുവർ പോയിൻ്റ് ഈസ്. കിസ് എന്ന് പറയുന്നത് കീപ്പ് ഇറ്റ് സിമ്പിൾ സ്റ്റുപ്പിഡ്. ആർ യു ഓക്കെ എന്ന് പറയുന്നത് ആർ യു ഓക്കെ. YYSSW എന്ന് പറയുന്നത് യായ ഷോ വാട്ട് എവർ. ഇത് ഓരോ എക്രോണിംസ് ആണ്, അല്ല ഓരോ നമ്മുടെ ഷോർട്ട് ഫുൾ ഫോംസ് ആണ്. ഇതിന് ഓരോന്നും നമ്മൾ നോക്കാം. ഇതിന് നമുക്ക് കറക്റ്റ് WYSY WYG ആണ് ചോദിച്ചത്. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ബി ആണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മൾ 20 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ടുഡേ. ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.